നമ്മുടെ കർത്താവിൻ്റെ ദനഹ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം നേരുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ ജനുവരി 6-ാം തീയതിയാണ് നമ്മൾ ദനഹ തിരുനാൾ ആചരിക്കുക. നമ്മുടെ കർത്താവ് യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ച രക്ഷാകര സംഭവമാണ് ഇന്നേ ദിവസം നമ്മൾ ഓർമ്മിക്കുക. മലങ്കര സഭയിലെ ആരാധനാക്രമത്തിൽ 2ാമത്തെ കാലമായിട്ടാണ് എൽദാ ദനഹ കാലം ആചരിക്കപ്പെടുന്നത്. അതിനാൽ ഈ വർഷത്തെ എൽദാ ദനഹ കാലം ആരംഭിക്കുന്നത് 2025 ഡിസംബർ 20-ാം തീയതി മുതൽ ഫെബ്രുവരി 2026 14-ാം തീയതി വരെയാണ്. നമ്മുടെ മലങ്കര കുർബാന ക്രമം പരസ്യമായി ആരംഭിക്കുന്നത് ഈ 2 തിരുനാളുകളും ഓർമ്മിച്ചുകൊണ്ടാണ്. കർത്താവെ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും എന്ന പ്രാർത്ഥനയോടെ. അതിനാൽ 2 രക്ഷാകര സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. ദനഹ എന്ന പദത്തിന്റെ അർത്ഥം ഉദയം, വെളിപ്പെടുത്തൽ, പ്രത്യക്ഷപ്പെടൽ എന്നൊക്കെയാണ്. 2 വെളിപ്പെടുത്തലുകൾ യോർദാൻ നദിയിൽ വെച്ച് പരസ്യമായി സംഭവിക്കുന്നുണ്ട്. ഒന്ന്, മിശിഹ പരസ്യമായി വെളിപ്പെടുകയാണ്. നീതിസൂര്യനായ മിശിഹ പരസ്യമായി ജനതയുടെ മുൻപിൽ ഉദയം ചെയ്യുകയാണ്. തന്റെ രഹസ്യ ജീവിതത്തിൽ മറഞ്ഞിരുന്ന സൂര്യനായ മിശിഹ ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുകയാണ്. 2ാമതായി പരിശുദ്ധ ത്രിത്വത്തിന്റെ വെളിപ്പെടുത്തലാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാനെ മറ്റ് 2 ദൈവീക വ്യക്തികളും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പിതാവും പരിശുദ്ധാത്മാവും പുത്രൻ തമ്പുരാന് സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വർഗം തുറക്കപ്പെടുകയും പിതാവിന്റെ സ്വരം നാം കേൾക്കുകയും ചെയ്യുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അതേ സമയം തന്നെ ഇറങ്ങി വരികയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് യോർദാനിൽ സ്നാനമേൽക്കുന്ന പുത്രൻ തമ്പുരാന്റെ മേൽ ഇറങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ പരിശുദ്ധ ത്രിത്വം യോർദാൻ നദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അനാദി മുതൽ നിഗൂഢ രഹസ്യമായിരുന്ന പരിശുദ്ധ ത്രിത്വം, ത്രിത്വ രഹസ്യം യോർദാൻ നദിയിൽ ജനങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെടുകയാണ്. സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ പുത്രനെ പ്രവാചകനായ യോഹന്നാനും സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. മലങ്കര ക്രമത്തിൽ ദനഹ ശുശ്രൂഷയ്ക്ക് നാം വെള്ളം മഞ്ചരിച്ച് ജനത്തിൻ്റെ മേൽ തളിക്കുകയും ഉദാശ ചെയ്യപ്പെട്ട വെള്ളം ഭവനങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മുടെ മാമോദീസായിലൂടെ നാം പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മുടെ ത്രിയേക ദൈവത്തെ മാതൃകയാക്കി പരിശുദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തിരുനാൾ നമുക്ക് പ്രചോദനം ഏകുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദനഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു.